ഒരല്പമെങ്കിലും ഉളുപ്പ് വേണം എൻ്റെ കേശുക്കാരെ. കാരണം എന്താണെന്നല്ലേ, നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നാടകമാണെന്നും ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള വെറും പ്രഹസനം മാത്രമാണെന്നും എൻ്റെ പൊന്നു KSUക്കാരെ പൊതുജനത്തിന് മനസ്സിലാകും. കാരണം അവർ നിങ്ങളെപ്പോലെ കഴുതകളല്ല, അത് മനസ്സിലാക്കുക. ഇവിടെ എന്തുകൊണ്ടാണ് KSUക്കാരോട് ഇങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, നാളിത്രയായി ഈ കഴിഞ്ഞു പോയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, അതായത് 2021 വരെയുള്ളൊരു കാലഘട്ടം. കേരളത്തിൽ ഏറ്റവും അധികം സംഖ്യവൽക്കരണത്തിനെതിരായി ഒരു വലിയ സമരവും അതോടൊപ്പം ജാഥകളും പരിപാടികളും ഒക്കെ സംഘടിപ്പിച്ചത് ഇടതുപക്ഷ പാർട്ടികൾ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഒരു ഗവർണർ കേരളത്തിൽ വന്നു നിന്നുകൊണ്ട് തെക്ക് മുതൽ വടക്കേ അറ്റം വരെ തമ്പാക്ക് തുപ്പി ചുവപ്പിച്ച് പോയ ഒരു മനുഷ്യനാണ്. എന്നിട്ട് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളെ മുഴുവൻ കാവി ഉടിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചു. ആ ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിച്ച ഒരു സർക്കാർ ഉണ്ടെങ്കിൽ, ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടെങ്കിൽ അതിൻ്റെ പേര് ഇടതുപക്ഷമെന്ന് തന്നെയാണെന്നേ, അത് മനസ്സിലാക്കുക. ഇന്നിപ്പോൾ KSU കാണിക്കുന്ന അങ്ങേ അറ്റത്തെ പ്രഹസനമാണ്, നാണമില്ലാത്ത നാറിയ പ്രഹസനം എന്ന് തന്നെ പറയേണ്ടി വരും. ഇത് എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചാൽ, അന്ന് അതായത് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, അന്നത്തെ ഗവർണർ, ഈ സംഘീവൽക്കരണത്തിന് വേണ്ടി ശ്രമിച്ചപ്പോൾ അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ വേണ്ടി യൂണിവേഴ്സിറ്റികളിലും പുറത്തും തെരുവിലും ഒക്കെയായി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കടന്ന ഒരു സ്റ്റുഡൻസ് യൂണിയൻ ഉണ്ടെങ്കിൽ അതിൻ്റെ പേര് KSU എന്നായിരുന്നില്ല, SFI എന്നായിരുന്നു. ഈ പറയുന്ന യൂണിവേഴ്സിറ്റികളിൽ സംഖ്യവൽക്കരണം നടത്തിയപ്പോഴും കയ്യും കെട്ടി നോക്കി നിൽക്കുകയും ആ SFIക്കാരെ കുറ്റം പറയുകയും ചെയ്ത ഒരു വിദ്യാർത്ഥി സംഘടന കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേര് KSU എന്ന് തന്നെയാണ്, കേരള സ്റ്റുഡൻസ് യൂണിയൻ. SFIക്കാരെ കുറ്റം പറയുന്നു. ഏറ്റവും കൂടുതൽ അവരുടെ തലമുതിർന്ന നേതാവായിരുന്ന അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ SFIക്കാരെ കുട്ടികളെ ഗുണ്ടകൾ എന്ന് വിളിച്ചു. അത് രണ്ടുപേരുടെയും ഭാഷയും സ്വരവും ഒന്ന് തന്നെയായിരുന്നു. അതായത് ഈ പറയുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന സംഘിയായ ആ ഗവർണറുടെയും നമ്മുടെ കേരളത്തിലെ അന്നത്തെ പ്രതിപക്ഷ നേതാവിൻ്റെയും രണ്ടിൻ്റെയും ശബ്ദവും സ്വരവും ഒന്ന് തന്നെയായിരുന്നു. രണ്ടുപേരും SFIക്കാരെ കുട്ടികളെ വിളിച്ചത് എന്താണെന്നറിയുമോ? ഗുണ്ടകൾ, SFI ഗുണ്ടകൾ എന്ന് വിളിച്ചാക്ഷേപിച്ചു.